വെൽക്കം ബാക്ക് ടു അക്കൂസ് യൂട്യൂബ് ചാനൽ. വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. എന്തിനാ എക്സാം എഴുതാൻ പോകും? എന്തിനു? അതിന് ആൻസർ ഇല്ല. എന്തിനോ കാണത്തില്ല. തമിഴൊക്കെ വായിക്കാൻ അറിയാം. നമ്മള് പണ്ട് പ്രോയ പണ്ട് മ്യൂസിക് തേനിയിലായിരുന്നു. പാർത്തൂടെ ഒക്കെ PG-യിലേക്ക് പോകണം. ഇവിടെ ഓൾറെഡി പാട്ടിടുന്നുണ്ട്. പാർത്തും ഒക്കെ സ്റ്റേജിൽ നിന്ന് PG-യിലേക്ക് പോകാം. ഇനി അവിടെ ബാക്കിയുള്ളവർ വരും. അവരും കൂടെ വന്നിട്ട് നമ്മൾ എവിടെ പോകും? കൊടുങ്കായ അവിടെ സ്റ്റേ ചെയ്യും. പിന്നെ അടുത്ത ദിവസം എക്സാം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പോൾ കാർത്തു എനിക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ഇടുന്നു. കട്ടൻ ചായ കാർത്തു വൺ സെക്കൻഡ് ഇങ്ങോട്ട് വരോ? ഇത് എന്താ ഇതിന്റെ ലിങ്ക് വേണോ? കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്തിട്ട് എവിടുന്നാ കിട്ടിയെന്ന് പറയാം. അഡ്രസ് ഏത് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാ അക്കൗണ്ട് പറയാം. ഇൻസ്റ്റാ പേജ് ഞാൻ പറയാം. ചൂട് കേരളത്തിൽ ചൂട് ഒന്ന് രക്ഷപ്പെട്ട് വന്നപ്പോഴേക്കും ഇവിടെ കേരളത്തില് ഇപ്പൊ മഴയാ. കേരളത്തിലെ ചൂടിൽ ഇങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടു. ചൂടത്തെ കാപ്പി ഇട്ടൊക്കെ ജ്യൂസും തരുന്നതിന് പകരം ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണ് എഴുതണോ വേണ്ടോ? കാരണം ഇവിടുത്തെ ചൂടില് പ്രശ്നമാകും. എഴുതിയേക്കാം. എഴുതിയില്ല എന്നുള്ള സങ്കടം വേണ്ടല്ലോ. അത് പോകുമ്പോൾ കരയാം. ഒരു പരിപാടി ലിപ്സ്റ്റിക്. കാരണം ഇതൊന്നും ഈ മേക്കപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കാർത്തോടെ ഫോണാ ചുമ്മാ കടന്ന് ഡിസ്റ്റർബ് ചെയ്തോണ്ട്. കാർത്ത് റെഡിയായി. ഡ്രസ്സും കൂടെ മാറ്റിയാൽ മതി. അപ്പൊ നീ അതിനൊക്കെ മുന്നേ കണ്ണെഴുതി. അവര് വരുമ്പോ അവരുടെ വായിന്ന് കേൾക്കണമെങ്കിൽ നീ ഒറ്റയ്ക്ക് കേൾക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പൊട്ട് വെക്കണോ? പൊട്ട് വെച്ചോ. ഒന്നിനും ഒരു കുറവാണ്. അത് കഴിഞ്ഞ് പോവാം. അവര് വന്നിട്ട് അവര് ഫ്രഷ് ആയിക്കോട്ടൊക്കെ വരട്ടെ. ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. എന്താ കുഞ്ചു ഏഞ്ചു ഷെമി ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക? കാപ്പി കുടിച്ചില്ലമ്മേ. കാപ്പി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉറങ്ങിട്ടു. ആ കാപ്പി കുടിക്കണം. നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ് കഴിക്കണം. ലിപ്സ്റ്റിക് കിട്ടും. പോയി. അപ്പോൾ നമ്മൾ ഹോസ്റ്റൽ PG-യിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് ആ വഴി നമ്മൾ പോകും. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്റെ ബ്ലോഗിൽ ആരും ഞാൻ കുഞ്ചു ക്യാമറ നോക്കുന്ന മാത്രമേ ഞാൻ ഇടുള്ളൂ. അപ്പൊ ഞങ്ങള് റൂമിലെത്തി. സൂപ്പർ. சாப்பிட்டுக்கிட்டு நெக்ஸ்ட் மெரினா பீச் போகிறோம். അടുത്ത് നമ്മള് ഇതുപോലെ തന്നെ അത് നമ്മൾ സാപ്പിട്ട് നമ്മൾ മെറിന ബീച്ച്. നമ്മൾ താമസിക്കുന്നതിനെ പറ്റി എന്താ പറയാ? ഞാൻ പറയട്ടെ, എന്റെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒഫീഷ്യലായി പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത്
അതിൽ എനിക്ക് സ്റ്റേ നിന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി അത് ഇന്ദറിനോട് നമ്മളെത്ര നന്ദി പറഞ്ഞാലും അത് മതിയായി. ഇന്ദന്റെ അഭാവത്തിലാണ് പോലും. താങ്ക് യു സോ മച്ച്. വേണോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് എക്സാം ഉണ്ട്. അപ്പം എല്ലാവരും എക്സാം സെൻറ്ററിലേക്കൊക്കെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ അവിടെ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോയിൽ അത്ര ഭംഗിയൊന്നും തോന്നിക്കുന്നില്ല. സോ റെഡിയാക്കാം. നിനക്ക് കയ്യിലും പറ്റി അവര് ക്ലോത്ത് എടുത്തില്ലേ തന്നു. ആ ക്ലോത്തിൽ ഫുൾ ഇതായിരുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞു, പക്ഷെ എങ്ങനെയുണ്ടെന്ന് പറയുന്നില്ല. പൊളിച്ച് ചെന്നൈ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ നാളെ പോവാണ്. കാർത്തൂന്റെ വക പ്ലാനിങ് ആണ്. ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂർ കാർത്തൂടെയും കുഞ്ചുടെയും ഒരു ആഗ്രഹമാണ് നമ്മള് സഹായിച്ചു കൊടുക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ ഗ്രൂപ്പ് ഫുൾ ചെലവും എല്ലാവർക്കും ഇന്ദ്രമൂർത്തിനെ മതി. ഞാൻ നമ്മളല്ലാതെ പിന്നെ നമ്മളല്ലാതെ പിന്നെ ആറ്, ഞാനല്ലാതെ പിന്നെ ആറ്, ഞാനല്ലാതെ പിന്നെ ഞാനല്ലാതെ അതേ പറഞ്ഞു, அதனாலதான் நீங்க பாருங்க. ഞാനല്ലാതെ പിന്നെ ആറ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ താനുവിന് വേറെ ചെലവൊന്നും വരുന്നില്ല. സോ താണു is a better person for that. താണു ബാംഗ്ലൂരിന് വെളിയിൽ പോറത് ചെലവ് പണ്ടല്ല. அப்ப எல்லாரும் நீ தான் கூட்டிட்டு போ. சவுட்டி சொல்லிடுவேன் நானே. நாங்க சைபர் கோர்ஸ் பண்ணிட்டு இருக்கேன். നീ പാത്തിട്ട, നീ ആ തേങ്ങാവ നീ പാത്തിട്ട. ഏയ് നന്ദി ഹിൽസ് അങ്ങ് ചുമ്മാ ഇരിക്ക. ചെന്നൈയിലൊക്കെ തേങ്ങയ്ക്കൊക്കെ ഇത്ര ദാരിദ്ര്യം. നമ്മളിപ്പം ഇമ്പോസ്റ്റർ ഗെയിം കളിക്കാൻ വേണ്ടി. ഇമ്പോസ്റ്റർ അറിയാലോ ഗെയിം എങ്ങനെയാണെന്ന് അറിയാം. ഇന്ദന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ ഐശ്വര്യമായിട്ട് എടുക്കട്ടെ. ഡിഫറെന്റ് കളറിലുണ്ട്. ചില പ്രോഡക്റ്റ് ഉണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോഡക്ട്സ് ഡയറക്റ്റ് ചില ഗേൾസിന് അട്രാക്റ്റീവ് ആയിരിക്കും കളർക്ക്. ഇത് അതിനുള്ള കാര്യം ബോയ്സിലെ പറഞ്ഞല്ല പറയാം. അത് ജനറൽ നോളജ് വിഭാഗത്തിൽ അവന്റെ ടൈം തന്നെയാണോ? മറീന ബീച്ചിൽ ഇപ്പൊ നിങ്ങൾ വന്നത് കണ്ടാൽ ഞെട്ടും. എന്തിനാ വന്നതെന്ന് ആർക്കറിയില്ല. ഇപ്പൊ നമ്മളിരിക്കുന്നത് മറീന ബീച്ച്. മറീനയാണോ മറീനയാണോ? മറീന. മറീന. മെറീന. മെറീന. In Tamil it's മെറീന. ഇത് ഇപ്പടി ഓക്കെയാ? ഇൻ ഇംഗ്ലീഷ് അതെന്താ? അയ്യോ ഞാൻ കൊല്ലത്തില്ല. ഒന്നൊക്കെ ഇത് യാരും പൊണ്ണു പാക്ക കൊടുക്കല. ശരിയാ? നല്ലൊരു ഫോട്ടോ. ഓക്കേ നല്ല ഫോട്ടോ. ഗയ്സ് എന്താ ഇപ്പടി ഓക്കേ താനാ? അതെ, ചെന്നൈ മടുത്തു. ചെന്നൈയെ പറ്റി എന്റെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ. അത് വന്നിട്ട് ഒരു ദിവസം ആയില്ല എന്നാലും മടുത്തു. ഒരു ദിവസം കൂടി ഞാൻ ചെന്നൈ മടുത്തത്. ചെന്നൈ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെന്നൈ എന്റെ മനസ്സിൽ എക്സ്പെക്ടേഷൻ വെച്ച് ചെന്നൈ ഇങ്ങനെയല്ല. ഷോക്ക്.
ഞങ്ങളെല്ലാവരും എക്സാം കഴിഞ്ഞ സന്തോഷത്തിലാണ്. ബിക്കോസ് എക്സാമിനാണല്ലോ വന്നത്. അത് എക്സാമിനാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ച എക്സാം എഴുതി കുറച്ച് റെസ്റ്റൊക്കെ ആവും. എന്റെ കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയി. കാരണം ഞാൻ ഇന്നലെ രാത്രി എല്ലാം പഠിച്ചതിന്റെയാ. ഇനി അത് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മള് ബീച്ചിലോട്ട് ഒന്ന് ഇറങ്ങി. ബീച്ചിലെ കാറ്റ്, സ്മെല്ല്, നിങ്ങളോടൊന്നും പറയാനില്ല. ഓക്കെ, ഹെൽത്ത് എങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ളത്. ഫ്രെഡിന് അവിടെ ഫ്രെഡ് ഭയങ്കര നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. പിന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോവാണ്. അതിന് മുമ്പ് എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് പോകും. എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. ഈ സ്വപ്നക്കൂട് മൂവിൽ ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയത്തില്ല. സ്വപ്നക്കൂട് മൂവിയിൽ സെയിം പ്ലേസ് അതേപോലെയാണ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് പോണ്ടിശ്ശേരിയല്ല. അതായത് നമ്മളങ്ങനെ സ്വപ്നക്കൂട് ഇങ്ങനെ വിചാരിച്ച് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജും കുഞ്ചാക്കോബോബനും ജയസൂര്യൊക്കെ ഇങ്ങനെ തെറ്റര അത് പാടിയത്. പിന്നെ അവരിറങ്ങി ഇവിടെ ഇങ്ങനെ വന്നു. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വേറൊരു ചേട്ടൻ പോകുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ താഴെ ഉണ്ട് ഭാവനയും മീര ജാസ്മിനും ഇരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ അവിടേക്ക് ഇരിക്കാൻ നല്ല സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെയാണ്. അപ്പോൾ അവരിങ്ങനെ തുറന്നു വന്നു. അപ്പോൾ അവർ ഈ വഴി വന്നു. അങ്ങനെ നോക്കുമ്പോൾ അതങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം. അപ്പം അങ്ങനത്തെ ഒരു ഫീലാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണോ എന്താണെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല. വെക്കേറ്റ് ചെയ്യണം. கூட கொஞ்சம் நேரத்தை கிளம்பி இன்னும் நிறைய போட்டோ எடுத்துருக்கலாம். டைம் இல்லைங்க. வண்டலூர் ஜூ போகிறோம். பிளான் இருக்கு, எங்கே போகிறோன்னு தெரியல. You're missing this place. You don't miss this place. നല്ല പ്ലേസ്, നല്ല ആംബിയൻസ്. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇവിടെ കയറി. ഏഞ്ചൂനൊന്നും എൻ്റെ ബ്ലോഗിന് വരാൻ താല്പര്യമില്ല. താനോട് വരാനും താനും താനും ഇവിടെയുണ്ട് ഫാൻ. നീ എൻ്റെ ഫാൻ. ഞാനിപ്പോൾ താനിനെ കുറിച്ച് പറഞ്ഞു. അപ്രിഷ്യേറ്റ് പാടാം. ഫസ്റ്റ് അവർ ഓ ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആവുന്നേ ഉള്ളൂ. Next train to airport is arriving on platform 1. க்கு செல்லும் அடுத்த ரயில் முதலாம் நடைமேடையிலிருந்து புறப்படும். நெக்ஸ்ட் ഹലോ. കാർത്തിക ദേവിക Hello guys.
கிளம்புறேன் கைஸ். ஓகே 15 ட்ரெயின் வந்துடும். ஓகே, எப்போ மீட் பண்ணலாம் இனி எப்போ மீட் பண்ணலாம்னு தெரியல கைஸ்.